ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ ഒന്നും സമയം കിട്ടാത്തത് കൊണ്ടും ഇച്ചിരി തിരക്കും കൂടെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഇന്ന് ഗോതമ്പ് ഇത് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ നമുക്കെടുത്ത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സിനൊക്കെ നല്ല ബെസ്റ്റാണ്. ഒരു കൂട്ടാനൊന്നും വേണ്ട, ഹെൽത്തിയുമാണ്. ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഗോതമ്പ് നേരത്തെ വെള്ളത്തിലിടണം എന്നുള്ള ഒരു വിഷയമേ ഉള്ളൂ, പിന്നെ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ രാത്രിയിലാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇപ്പം വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പം അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വരുമ്പം പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടാൽ മതി, വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഇതിന് നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഗോതമ്പ് വെച്ച് അരച്ച് ഉണ്ടാക്കുന്നത്, നല്ലതുമാണ്. ഇപ്പം ഞാൻ ഈ ഗോതമ്പ് എടുത്ത മിക്സിയിൽ ഗോതമ്പും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വേണ്ടവർ പച്ചമുളക് ചേർക്കാം, പക്ഷേ ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം അധികമാകരുത്, എന്നിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ ഇച്ചിരി ഗരം മസാലയും മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവറും കിട്ടും. നമ്മൾ എത്ര ഗോതമ്പ് എടുക്കുന്നോ അതിൻ്റെ അനുസരിച്ച് ഇതെല്ലാം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 4 ദോശ ഉണ്ടാക്കാനുള്ള ഗോതമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. കുക്കിംഗ് വീഡിയോ ഇപ്പോൾ അധികം ഇടാത്തതെന്ന് വെച്ചാൽ എനിക്ക് കുക്കിങ്ങും വീഡിയോ എടുക്കുന്നതും എല്ലാം കൂടെ നടക്കുന്നില്ല. പിന്നെ വലിയ വെറൈറ്റി ഒന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, നമ്മുടെ റൊട്ടീൻ കാര്യങ്ങളേ ഉള്ളൂ. അതെന്തോ വീഡിയോ എടുക്കാനാണ്, എന്നാലും സമയം കിട്ടുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വീഡിയോ എടുക്കും. നേരത്തെ ഞാൻ ഒത്തിരി കുക്കിംഗ് വീഡിയോ ഇടുമായിരുന്നു, എന്ന് വെച്ചാൽ മെയിനായിട്ട് സ്വീറ്റ്സാണ്. ഒത്തിരി വെറൈറ്റി ഉണ്ടാക്കുന്ന എനിക്ക് താല്പര്യമായിരുന്നു. അപ്പം ഇപ്പോൾ സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. മാക്സിമം ഹെൽത്തി ഫുഡ് മാത്രം. അപ്പം നമ്മുടെ ഗോതമ്പ് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്, വെള്ളം അധികമില്ല. ദോശ ഉണ്ടാക്കാൻ കറക്റ്റ് പരുവം. ഇതേ സെയിം തന്നെ നമുക്ക് ഇഡ്ഡലി പോലെയും ഉണ്ടാക്കിയെടുക്കാം, ദോശ താല്പര്യം ഇല്ലാത്തവർക്ക്. പക്ഷേ അപ്പം നമ്മൾ ഗോതമ്പ് വെള്ളത്തിലിടുമ്പം അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നും കൂടെ ഇട്ടാൽ മതി. നമുക്ക് ദോശയായിട്ട് ഉണ്ടാക്കാതെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കുന്ന നേരം ഇച്ചിരി ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്താൽ മതി, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും കിട്ടും. ദോശയ്ക്ക് ഞാൻ മാക്സിമം നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ കൊണ്ട് ഉപയോഗിക്കുമ്പം ദോശ നല്ലതായിട്ട് വരികയും ചെയ്യും, പിന്നെ ഹെൽത്തിയും കൂടെയാണ്. അതുകൊണ്ട് ദോശയ്ക്ക് നല്ലെണ്ണയും അല്ലാതെ എല്ലാം കുക്കിംഗ് ഓയിൽ, കോക്കനട്ട് ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് നെയ്യ് വെച്ച് നെയ്യ് റോസ്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചൂടോടെ കഴിക്കാൻ, കൂട്ടാനൊന്നും വേണമെന്നില്ല. ഇവിടെ രാവിലത്തെ ഗ്രീൻ പീസ് കറി ഞാനത് കൂടെ കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ല എരിവുള്ള തക്കാളി ചമ്മന്തി കൂട്ടി കഴിക്കുന്ന, അല്ലെങ്കിൽ ചൂട് ദോശ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ഫുഡുമാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.